നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അംഹേൽ ഡി മരിയ ഈ പ്രായത്തിലും പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അർജൻറ്റീനയുടെ ദേശീയ ടീമിൽ നിന്ന് വിരമിച്ചിരിക്കാം, പക്ഷേ ക്ലബ് ഫുട്ബോളിൽ മിന്നും പ്രകടനം തുടരുന്നു. പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയ്ക്ക് വേണ്ടി ഇന്നലെ നടന്ന ക്ലബ്ബ് വേൾഡ് കപ്പ് മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു. ആദ്യ മത്സരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, അത് ബൊക്ക ജൂനിയേഴ്സിനെതിരെയായിരുന്നു, അർജൻറ്റീൻ ടീമിനെതിരെയായിരുന്നു. അന്നും ആംഹേൽ ഡി മരിയയുടെ വക ഗോളുണ്ടായിരുന്നു. ഇന്നും ആംഹേൽ ഡി മരിയ ഗോളടിച്ചു, ഒന്നല്ല രണ്ടെണ്ണം. ആ രണ്ടും പെനാൽറ്റി ഗോളായിരുന്നു. ഏതായാലും ആ പെനാൽറ്റി ഗോളുകൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വക ഉണ്ടായിരുന്നത്. കളിയിൽ മികച്ച പ്രകടനം തന്നെയാണ് താരം നടത്തിയിട്ടുള്ളത്. 6 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു, അതിൽ 4 ഓൺ ടാർഗറ്റായിരുന്നു. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 3 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു. 5 ലോങ് ബോളുകൾ കൊടുത്തതിൽ 5ഉം സക്സസ്ഫുൾ ആയിരുന്നു. ഒരു പെനാൽറ്റി അദ്ദേഹം നേടി. 2 ഫൗളുകൾ അദ്ദേഹത്തെ എതിരാളികൾ ചെയ്യുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ഓക്ലാൻഡ് സിറ്റിക്കെതിരെ ബെൻഫിക്ക വിജയിച്ച് കയറുമ്പോൾ അദ്ദേഹത്തിന് sofascore.com നൽകുന്ന റേറ്റിംഗ് നിയർലി പെർഫെക്റ്റ് റേറ്റിംഗ് ആണ്, 9.9. യെസ്, അത്ര വലിയ ഇമ്പാക്റ്റാണ് താരം ഈ കളിയിൽ ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഓക്ലാൻഡ് സിറ്റിയല്ലേ, അവർക്കെതിരെയുള്ള കളിയൊക്കെ ഇങ്ങനെ വർണ്ണിച്ച് പറയണോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. പക്ഷേ അവർക്കെതിരെയുള്ള ഈ വിജയം വളരെ ക്രൂഷ്യലാണ്. അവരെ 10-0 തോൽപ്പിച്ചു വിട്ടത് ബയേൺ മ്യൂണിക്ക്. ഇപ്പോൾ ബൊക്ക ബയേണിനോട് തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ബയേണിനെതിരെയുള്ള കളി തോറ്റാലും മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോൾ ഡിഫറൻസ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അത് നന്നായിട്ടറിയാം ബെൻഫിക്കയ്ക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഹ്യൂജ് മാർജിനിലെ വിജയം പ്രസക്തമാവുന്നത്. ബെൻഫിക്കയുടെ അടുത്ത കളി ബയേണുമായിട്ട് ജൂൺ 24 ഇന്ത്യൻ സമയം പറയുമ്പോൾ 25 പുലർച്ചെ 12:30 ആ കളി. എന്തായാലും ഈ കളി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങുകയാണല്ലോ ആംഹേൽ ഡി മരിയ. അതായത് ബെൻഫിക്ക വിടുകയാണ്. ബെൻഫിക്ക വിട്ടിട്ട് റൊസാരിയോ സെൻറ്ററിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ബെൻഫിക്കയ്ക്കായിട്ട് ലഭിക്കുന്ന അവസരങ്ങൾ അദ്ദേഹം മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. ഇപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പിൽ 3 ഗോളായി അദ്ദേഹം നേടുന്നു. 3ഉം പെനാൽറ്റി ആയിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതായാലും ഡി മരിയ അദ്ദേഹത്തിൻ്റെ മികവ് ഈ പ്രായത്തിലും തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.